ഹലോ എവരിവൺ, നമ്മൾ ഇന്നൊരു യാത്രയിലാണ്. 2 ദിവസമായിട്ട് ജയ്പൂരായിരുന്നു, പർച്ചേസിന് വന്നതാണ്. ഇന്ന് നമ്മൾ പോകുന്നത് ഇവിടെ നിന്ന് ഒരു 250 കിലോമീറ്റർ അകലെ ബിൽവാര എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് കേട്ടോ. അവിടെയാണ് നമ്മുടെ യൂണിഫോമിൻ്റെ മാനുഫാക്ചറിങ്, അതായത് ക്ലോത്ത് മാനുഫാക്ചറിങ് നടക്കുന്നത്. അപ്പം നമുക്ക് നമ്മുടെ ഫാക്ടറി വിസിറ്റിനായിട്ടാണ് നമ്മൾ പോകുന്നത്. ഇവിടെ ഭയങ്കര തണുപ്പാണ് ജയ്പൂർ. ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയും തണുപ്പ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാനിനി പോയിട്ട് ഫാക്ടറി വിസിറ്റൊക്കെ കാണിക്കാം. അങ്ങനെ ഞങ്ങൾ വളരെ ദൂരം യാത്ര ചെയ്ത് ബിൽവാരയിലെത്തി. നമ്മുടെ യൂണിഫോമിൻ്റെ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റിലാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ ഷൂട്ടിങ്ങിൻ്റെ പ്രൊഡക്ഷനാണ് നടക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അറിയണത് പോലെ കഴിഞ്ഞ 35 വർഷമായിട്ട് നമ്മൾ യൂണിഫോം ആയിരുന്നല്ലോ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ഇപ്പം നമ്മളിവിടെ കാണുന്നതൊരു ഷൂട്ടിങ്ങിൻ്റെ മെറ്റീരിയൽ വീവ് ചെയ്യുന്നതാണ്. അതും വിശ്വജ്യോതി സ്കൂളിൻ്റെ ഗ്രേ കളർ ഷൂട്ടിംഗ് ആണ് ഇവിടെ വീവ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് എനിക്ക് പറയാൻ അറിയില്ല. അപ്പൊ എന്റെ ഹസ്ബൻഡ് അതിനെപ്പറ്റി കൂടുതലായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. സ്കൂൾ യൂണിഫോമിന്റെ ഷൂട്ടിങ്ങിന്റെ പ്രൊഡക്ഷൻ ആണ് നമ്മളിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ പ്രൊഡക്ഷന്റെ പല സ്റ്റേജുകൾ നിങ്ങളെ കാണിച്ചു തരാം. ഇതില് ഈ നൂല് ആദ്യം ഇതുപോലെ ഒരു ബീമിലേക്ക് കൊണ്ടുവരും. ഈ ബീമിൽ കൊണ്ടുവന്നിട്ട് ഈ ബീമിൽ ഇത് മുഴുവൻ റോൾ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ അറിയാം, ഇത് മുഴുവൻ നൂലാണ് ഈ റോൾ ചെയ്ത് വരുന്നത്. ഇതുപോലെ നൂല് ബീമിൽ റോളായി വന്നതിന് ശേഷമാണ് ഇത് വീവ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇതിന്റെ ഒരു ചെക്ക് ഷൂട്ടിങ്ങിന്റെ വീവ് ചെയ്ത് വരുന്നതാണ്. വീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബീം റെഡിയാക്കുന്നതാണ് ഈ കാണുന്നത്. ആ ബീമിൽ ഈ നൂലുകളെല്ലാം ഇതുപോലെ ആദ്യം സെറ്റ് ചെയ്യും. ആ സെറ്റ് ചെയ്തതിന് ശേഷമാണ് ഇത് മെഷീനിലേക്ക് ലോഡ് ചെയ്യുക. ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, കണ്ട ഓരോ നൂലും അവർ ഈ വീവ് ചെയ്യുന്ന മെഷീൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ഫ്രെയിമിൻ്റെ ഉള്ളിൽ ഓരോ സിംഗിൾ നൂലും കടത്തി വിട്ട് അത് സെറ്റ് ചെയ്യണം. ആദ്യം അതിനൊരു മെഷർമെൻറ്റും അതിൻ്റെ ആ കളർ കോഡും വെച്ചിട്ടാണ് അവർ ഓരോ നൂലും അതിനകത്ത് സെറ്റ് ചെയ്യുന്നത്. ഇത് മെഷീനിൽ ലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇത് ചെക്ക് ഷൂട്ടിങ്ങുകളും കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യുന്നത് ഇവിടെ നിന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് വീവിംഗ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ആ ഷൂട്ടിങ്ങിൻ്റെ വീവിംഗ് പ്രോസസ്സാണ് ഈ നടക്കുന്നത്. ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇത് ഒരു ഹൈ സ്പീഡ് മെഷീനിലാണ് ഈ വീവിംഗ് നടക്കുന്നത്. നമ്മുടെ പേരൊക്കെ ഇവിടെ ചെയ്തു വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇതുപോലെ നമ്മൾ ഈ യൂണിഫോം മെറ്റീരിയലുകളെല്ലാം പ്രോഗ്രാം ചെയ്താണ് നമ്മൾ അതിൻ്റെ ത്രെഡിൻ്റെയും അതിൻ്റെ ഡൈയുടെയും എല്ലാം സ്പെസിഫിക്കേഷനും നമ്മൾ ആദ്യമേ പറഞ്ഞ് അങ്ങനെ പ്രോഗ്രാം ചെയ്താണ് നമ്മൾ ഈ യൂണിഫോമുകളെല്ലാം ഉണ്ടാക്കി കൊണ്ടുവരുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് നോർമലി അതിനൊരു 3 മാസത്തെ സമയം നമുക്ക് ആ തുണി പ്രിപ്പയർ ചെയ്യാൻ മാത്രമായിട്ട് നമുക്ക് എടുക്കും. അങ്ങനെ നമ്മൾ നോർമലി അത് ഒക്ടോബർ മാസങ്ങളിൽ നമ്മൾ അതിൻ്റെ പ്രൊഡക്ഷൻ പ്ലാൻ ചെയ്ത് നമ്മളത് ഇതുപോലെ പ്രൊഡക്ഷന് കൊടുത്ത് നമ്മളത് ഏകദേശം ഡിസംബറൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് ആ സാധനം പ്രിപ്പയറായി നമുക്ക് വരും. അത് കഴിഞ്ഞിട്ടാണ് നമ്മളത് ഗാർമെൻറ്റിങ്ങിൻ്റെ പ്രോസസ്സിലേക്ക് നമ്മൾ പോവാറ്. ഇതുപോലെ നമ്മൾ പ്രോഗ്രാം ചെയ്ത് എടുക്കുന്ന മെറ്റീരിയലുകളെല്ലാം സെൽവേജിൽ നമ്മുടെ പേരും ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ടായിരിക്കും. അത് നമ്മളൊരു ക്വാളിറ്റി അഷ്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്ത് എടുക്കുന്നത്. ഈ ബ്ലാക്ക് കളർ നൂലും അതുപോലെ ഗ്രേ കളർ നൂലും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ ഈ കാണുന്ന ആ മെറ്റീരിയൽ നമ്മൾ വീവ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ സ്കൂൾ യൂണിഫോമിൻ്റെ പ്രൊഡക്ഷൻ കാണാൻ വന്ന സ്ഥലത്ത് നമ്മുടെ വീവിങ് കഴിഞ്ഞ മെറ്റീരിയൽ കൊണ്ടുവന്ന് വെച്ചേക്കുന്നത് ഞാൻ കാണിച്ചു തരാം. നമ്മൾ പ്രോഗ്രാം ചെയ്ത് ചെയ്യുന്നതാണ്. ഇത് നമ്മൾ അങ്കമാലിലെ വിശ്വജ്യോതി എന്ന് പറഞ്ഞ സ്കൂളിലേക്കുള്ള യൂണിഫോം നമ്മൾ ചെയ്യുന്നതാണ്. ഇത് നമ്മുടെ സാൽവേജിൽ നമ്മുടെ പേരും നമ്മൾ ലെജൻഡ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൽ നമ്മൾ ചെയ്യുന്നതാണ്. അതിൻ്റെ സാൽവേജൊക്കെ നമുക്കിവിടെ കാണാം. ഇത് വീവിങ് കഴിഞ്ഞിട്ട് അവർ കൊണ്ടുവന്ന് വീവിങ് കഴിഞ്ഞ മെറ്റീരിയലാണ് ഈ കൊണ്ടുവന്ന് വെച്ചേക്കുന്നത്. ഇനിയിപ്പോൾ ഈ വീവിങ് കഴിഞ്ഞ സാധനത്തിന് ഇവിടെ ഈ മെറ്റീരിയൽ മുഴുവൻ ഇവിടെ നമ്മൾ വീവിങ് ടെസ്റ്റ് അവർ ചെക്ക് ചെയ്യും. അതിലെന്തെങ്കിലും വീവ് ചെയ്തതിൽ ഡിഫക്റ്റ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്ന പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്. ഇതിൽ അവർ മുഴുവൻ ഇതിനകത്ത് വീവിങ് ഡിഫക്റ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം അവർ ക്വാളിറ്റി ടെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ഫില്ലിങ് എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കുന്ന പ്രോസസ്സൊക്കെ കഴിഞ്ഞിട്ടാണ് അവരിത് ഇതേപോലെ ഫോൾഡ് ചെയ്തിട്ടാണ് പ്രോസസ് ഹൗസിലേക്ക് പോകുന്നത്. ഈ സാധനം നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് ഇതേപോലെ സ്റ്റോർ ചെയ്യും. ഇവിടെ ഇതുപോലെ അവർ സ്റ്റോർ ചെയ്തേക്കുന്ന സാധനം ഇതാണ് നമുക്ക് വേണ്ടി ചെയ്ത പ്രൊഡക്റ്റുകൾ. ഈ സ്റ്റോർ ചെയ്ത സാധനം ഇനി ഇവിടെ നിന്ന് പ്രോസസ് ഹൗസിലേക്കാണ് കൊണ്ടുപോകുക. അവിടെ കൊണ്ടുവന്നിട്ട്
ഇതിൻ്റെ പ്രോസസ്സിങ് എല്ലാം തീരണം. അപ്പോൾ പ്രോസസ്സിങ്ങിലാണ് ഇത് ഷ്രിങ്ക് ചെയ്യുന്നതും ഇതിൽ പില്ലിങ്ങും വീവിങ് ഡിഫക്റ്റുകളൊക്കെ ക്ലിയർ ചെയ്തിട്ട് ഇത് പ്രോസസ്സ് ചെയ്ത് നമുക്ക് അവിടെ നിന്നാണ് നമുക്കിത് പാക്ക് ചെയ്ത് നമുക്ക് നമ്മുടെ ഷോപ്പിലേക്ക് ഇത് എത്തുക. അതുപോലെ തന്നെ ഇവിടെ തന്നെ നമ്മൾ ഹോസ്പിറ്റലിന് വേണ്ടി ചെയ്യുന്ന ബെഡ്ഷീറ്റുകളുടെ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. ഇത് ബെഡ്ഷീറ്റുകൾ വീവ് ചെയ്ത് വരുന്നതാണ്. ഇതും ഹോസ്പിറ്റൽ ബെഡ്ഷീറ്റിന് വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ്. ഇതുപോലെ നമുക്ക് ചെയ്ത പല സാധനങ്ങളും ഇവിടെയുണ്ട്. ഇതൊക്കെ നമ്മൾ ഓരോ സ്കൂളുകൾക്ക് വേണ്ടി ചെയ്യുന്നതാണ്. ഈ ഡിസൈൻസ് ഉണ്ട്, ഇതൊക്കെ നമുക്ക് വേണ്ടി പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു യൂണിഫോമിൻ്റെ സൂട്ടിങ് വീവ് ചെയ്തെടുക്കുന്നത് കേട്ടോ. എല്ലാം തന്നെ ആസ് പെർ ഓർഡറാണ് ഇവർ വീവ് ചെയ്യണത്. കഴിഞ്ഞ വർഷങ്ങളൊക്കെ നമ്മൾ ഇതുപോലെ എന്താ പറയുക, നല്ല ക്വാളിറ്റിയിലുള്ള സ്യൂട്ടിങ്ങും അതുപോലെ തന്നെ ഷർട്ടിങ്ങും നമ്മുടെ ഓർഡർ അനുസരിച്ചിട്ടാണ് ഇവർ പ്രൊഡക്ഷൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത്രയും നല്ലൊരു ക്വാളിറ്റിയിൽ യൂണിഫോം ഞങ്ങൾക്ക് എന്താ പറയുക അവൈലബിൾ ആക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ ഞങ്ങളിൽ വെച്ചിട്ടുള്ള ആ ഒരു വിശ്വാസത്തിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി പറയുന്നു. ഇനിയും ഇതുപോലെയുള്ള ഓരോ പ്രൊഡക്ഷനുകളും വരുന്ന ഓരോ വീഡിയോകളിലും കാണിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരേക്കും ബൈ.